ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നുണ്ടല്ലോ തമിഴ്നാട്ടിൽ വത്തക്കുഴമ്പ് എന്ന് വിളിക്കാറുള്ള ഒരു പുളിങ്കറി ഉണ്ടാക്കിയാലോ. പറയാതിരിക്കാൻ വയ്യ, തമിഴ്നാട് സ്റ്റൈലിലുള്ള ഈ ഒരു പുളിങ്കറിക്ക് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ഇവിടെ അമ്മ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഏകദേശം ഫുഡൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിൽ ഈ ഒരു കറി ഉണ്ടല്ലോ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇന്നിപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചുണ്ടങ്ങയാണ്. ഇതിന് പകരം വഴുതനയോ വെണ്ടയ്ക്കയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒഴിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയ്ക്ക് പകരം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് യൂസ് ചെയ്യാം. പക്ഷേങ്കിലുണ്ടല്ലോ ഈ ഒരു കറിക്ക് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ, ചെറിയ ജീരകം, കുരുമുളക്, മല്ലി, മുളക് ഇത് ചേർക്കുന്നുണ്ട്. മുളകും കുരുമുളകൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിൻ്റെ അളവിനനുസരിച്ച് വേണമല്ലോ പിന്നെ മല്ലിയൊക്കെ ചേർക്കാൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മളുടെ കറിയുടെ അരപ്പിനാവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങയും ചേർത്തിട്ട് 3-4 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് തേങ്ങ നല്ല ചൂടായി കളറെല്ലാം ചേഞ്ചായി വരുന്നത് വരെയും വറുത്തെടുക്കണം. ഏകദേശം ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ തന്നെയാണ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിൻ്റെ കൂട്ടത്തിൽ വളരെ കുറച്ച് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്തത് 10-15 വെളുത്തുള്ളിയും 5-6 ചെറിയുള്ളിയുമാണ്. അത് നമ്മൾ മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത്. മുറിച്ചിട്ട് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചുണ്ടങ്ങ കൂടെ ചേർക്കാം. ചുണ്ടങ്ങി ഉണ്ടല്ലോ നമ്മൾ വൃത്തിയിലൊന്ന് കഴുകിയെടുത്തിട്ട് 3-4 തവണ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മുകളിലുള്ള ഈ പൊടികളൊക്കെ പോകാനായിട്ട്. എന്നിട്ട് അതിനെ ഒട്ടും വെള്ളമില്ലാതെ തന്നെ മാറ്റിയെടുത്തിട്ട് ഇടികല്ലുണ്ടല്ലോ ഇതിനകത്തിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ, അതായത് പൊട്ടി വരുന്നത് പോലെ ഇങ്ങനെ ഇടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇടിച്ചെടുത്ത ശേഷം ഇത് കഴുകിയിട്ട് കറിയിൽ ചേർക്കണവരുണ്ട്. അതായത് ഇതിനകത്തുള്ള ഈ അരി പോലുള്ള സംഭവം ഉണ്ടല്ലോ അതിനകത്തുള്ള കുരുകൾ അത് പോകാനായിട്ടാണ്. അത് കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കയ്പുണ്ടാവും ഇതിന്. അപ്പോൾ അത് കളയാനായിട്ട് ഇടിച്ചെടുത്ത ശേഷം കഴുകിയിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് കറിയിൽ ചേർക്കണവരുണ്ട്. നമ്മൾ കഴുകിയിട്ടില്ല കേട്ടോ, നമ്മൾ അതേപോലെ തന്നെ ഇടിച്ചെടുത്തതും അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. 3-4 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും ചുണ്ടങ്ങ നന്നായിട്ടൊന്ന് ചുരുങ്ങി വരുവേ. പിന്നെ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചെടുത്തത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടാതെ കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് കളറിന് വേണ്ടി മാത്രം. നമ്മൾ എരിവിനായിട്ട് കുരുമുളകും മുളകും എല്ലാം നേരത്തെ തേങ്ങയുടെ കൂടെ വറുത്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ ഇത് കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീർ ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് സെറ്റായി വരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് 2-3 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം. ചുണ്ടങ്ങ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിരുന്നല്ലോ. പിന്നെ ഈ 2-3 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേനും തന്നെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളി കൂടെ ചേർക്കാം. പുളിയും ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും 2-3 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേനും പുളിയുടെ പച്ചമണം പോയി വരുമല്ലോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ആ അരപ്പും കൂടെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയും മുളകും എല്ലാം നന്നായി വറുത്തിട്ട് തന്നെയാണല്ലോ നമ്മൾ അരച്ചെടുത്തത്. അതുകൊണ്ട് ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. എല്ലാം കൂടെ സെറ്റായി വരാനായിട്ട് 2-3 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ച് തുറന്നിട്ട് പിന്നെ അതിലേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിന്നിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൺചട്ടിയിലായതുകൊണ്ട് അതിനകത്ത് ഈ ചൂട് കുറച്ചധികം സമയം നിൽക്കുമല്ലോ. അപ്പോൾ കുറച്ച് സമയം അടച്ചൂടെ വെച്ച് തുറന്നെടുത്താൽ വത്തക്കുഴമ്പ് റെഡി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.